ഹേ ദർ ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്രേഡിംഗ് ലോജിക്സ്. ഇന്ന് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയാണ് മാർക്കറ്റ് ഒരു വോളറ്റാലിറ്റി ക്രിയേറ്റ് ചെയ്യുമെന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഏത് തരത്തിലുള്ള മൂവ്മെൻറ്റൊക്കെ പോസിബിൾ ആണെന്നുള്ള കാര്യത്തിൽ നോക്കാം. അപ്പോൾ നമുക്ക് മാർക്കറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് മാർക്കറ്റ് അപ്സൈഡ് പോകാനുള്ള ചാൻസസ് ആണ് നമ്മുടെ ന്യൂസിൽ തരുന്നതെങ്കിലും ഡൗൺ സൈഡും ഒരു മൂവ്മെൻറ്റം തരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഞാൻ റീസൺസ് പറഞ്ഞുതരാം. അതായത് മാർക്കറ്റ് ഇന്ന് ഇന്ത്യ വിക്സിനെ നോക്കുമ്പോഴേക്കും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലത്തെ ഡേ ലോയിൽ 13 വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് സ്പൈക്ക് ചെയ്ത് 15 ആ റേഞ്ചിലോട്ട് അപ്സൈഡ് പോയിട്ടുണ്ട്. ദാറ്റ് മീൻസ് മാർക്കറ്റിൽ ഒരു അൺസർട്ടനിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ ഒരു ഫോളിനുള്ള പ്രതീക്ഷകൾ അവിടെയും നമുക്ക് കാണാം. അടുത്ത് നിഫ്റ്റിയുടെ കാര്യം നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, ഒരു നെഗറ്റീവ് ക്യാൻഡിലാണ് ഈ ഒരു ഫോർമേഷൻ. അതായത് കംപ്ലീറ്റ് ആയിട്ടൊരു മറോബോസ് ക്യാൻഡിൽ കംപ്ലീറ്റ് ആയിട്ട് എൻഗൾഫ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഡേ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്നലെ ആകട്ടെ ഒരു ഗ്യാപ്പ് ഡൗൺ തന്നിട്ട് ചെറിയൊരു റിക്കവറി തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല, വീണ്ടും താഴോട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഇന്ന് അബ്സല്യൂട്ട്ലി ഫ്ലാറ്റ് ആയിട്ടാണ് അത് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബയേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയും എൻട്രി എന്തായാലും 10:30 ശേഷം ആയിരിക്കണം നടക്കുക. നമുക്കൊന്ന് വാച്ച് ചെയ്യാം മാർക്കറ്റ് ഏത് തരത്തിലാണ് ബിഹേവ് ചെയ്യുക എന്ന് പറഞ്ഞ രീതിയിൽ. ബാങ്ക് നിഫ്റ്റിയിലാകട്ടെ ഇന്നലെ നമ്മൾ കുറച്ച് ദിവസം മുന്നേ നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതേ റേഞ്ചിൽ തന്നെയാണ് ഇന്നലെയും അത് എൻഡപ്പ് ചെയ്തത്. അപ്പോഴേക്കും രണ്ട് സൈഡിലോട്ടുള്ള മൂവ്മെൻറ്റും ഇത് വെച്ച് തന്നെ നമുക്ക് പോസിബിൾ ആണെന്ന് മനസ്സിലാക്കാം. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ക്ലോസിങ് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ 52,000 താഴെ ഒരു ക്ലോസിങ് കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നെക്സ്റ്റ് ലെവൽ തേടി പോകാനുള്ള ചാൻസ് കൂടുതലായിരുന്നു. ഇന്ന് വയലൻ്റ് മൂവ്സൊക്കെ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് പൊസിഷൻ സൈസിങ്സൊക്കെ വ്യക്തമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വേണം. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള എമൗണ്ട് മാത്രം ഇറക്കുക. മാക്സിമം ഇന്ന് ട്രേഡിങ് അവോയ്ഡ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ബിക്കോസ് ഒറ്റ ദിവസം ഒരു 1 ഡേ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റും അതുപോലെ തന്നെ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ക്യാപിറ്റലും ഡിലീറ്റ് ആയി പോകാനായിട്ടുള്ള, അതായത് ഈ റോഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ബി കെയർഫുൾ. നാളെ നമുക്ക് എക്സ്പയറി വരുന്നുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ. അപ്പോൾ ആ എക്സ്പയറിക്ക് കൂടെയുള്ള മൂവ്മെൻറ്റ് വയലൻ്റ് മൂവൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രീമിയം ഈവൻ 20 10 5 ഒക്കെ സ്പൈക്ക് ചെയ്ത് 500 ടൈംസ് 10,000 ടൈംസൊക്കെ ഇന്ന് മൂവ്മെൻറ്റ് പോസിബിളാണ്. കാരണം കുറച്ച് ദിവസമായിട്ട് ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഈ റേഞ്ച് ബ്രേക്കൗട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു അബ്സല്യൂട്ട് ട്രെൻഡ് നമുക്ക് പിടിക്കാൻ പറ്റുമായിരുന്നു. കുറേ അധികം നേരം സ്പെൻഡ് ചെയ്യുന്ന ടൈം ആയതുകൊണ്ട് മാർക്കറ്റിന് ആ ഒരു പൊട്ടൻഷ്യൽ കാണാനുള്ള ചാൻസ് ഉണ്ട്. മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഷോർട്ട് സെല്ലേഴ്സ് സെല്ലേഴ്സ് എല്ലാം കവർ ചെയ്ത് അപ്പോഴേക്കും ഒരു മൊമെൻറ്റം വീണ്ടും മാർക്കറ്റിനെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു അബ്സല്യൂട്ടായിട്ടൊരു അപ്പ് സൈഡ് മൊമെൻറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. ഡൗൺ സൈഡ് അതുപോലെ തന്നെ പി സൈഡിൽ സെല് ചെയ്ത് ഹോൾഡ് ചെയ്തിരിക്കുന്ന ആൾക്കാർ താഴോട്ടുള്ള ലെവൽസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് പോകും. മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ പി സൈഡ് സെല് ചെയ്തിരിക്കുന്ന ആൾക്കാർ ഹോൾഡ് ചെയ്യാനും സൈഡ് സെല് ചെയ്തിരിക്കുന്ന ആൾക്കാർ കവർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഷോർട്ട് കവറിങ് ആണ് മാർക്കറ്റിന് ഏറ്റവും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി കാണും. ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഐഡിയ കിട്ടി കാണും. അതുപോലെ തന്നെ ആ വയലൻ്റ് മൂവ്സൊക്കെ ക്യാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അബ്സല്യൂട്ടായിട്ട് കണ്ണിങ് ആയിരിക്കണം ഇന്നത്തെ ദിവസം. അപ്പോൾ മാർക്കറ്റ് പൊസിഷൻ സൈസിലേ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഈവൻ 50 100 റേഞ്ച് സ്റ്റോപ്പ് ലോസൊക്കെ ഈസി ആയിട്ട് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ പ്ലേ ചെയ്യാൻ നിൽക്കേണ്ട. ഏറ്റവും മിനിമൽ ക്വാണ്ടിറ്റി നിങ്ങളിപ്പോൾ 1000 ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ദയവായി നിങ്ങൾ ഇന്നത്തെ ദിവസം 10 ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ 15 ക്വാണ്ടിറ്റിയിൽ ട്രേഡ് ചെയ്യാൻ നോക്കുക. അത്രയും നമുക്ക് കുറയ്ക്കുക. അത്രയും വയലൻ്റ് മൂവ്സ് നമുക്ക് ആ ചെറിയ ഇതിൽ നിന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് വരും. അതുപോലെ തന്നെ റൈഡ് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം ഇന്ന് വൺ സൈഡ് മൊമെൻറ്റം തന്ന് ഏതെങ്കിലും പൊസിഷൻസ് എല്ലാം ബ്രോക്കായി ആ ലെവൽസ് ബ്രോക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നെക്സ്റ്റ് ലെവലിലോട്ട് മാർക്കറ്റ് അതിനെ എത്തിക്കും. അപ്പോൾ ആ സൈഡിൽ പാനിക്നെസ് ക്രിയേറ്റ് ചെയ്യും. സെല് ചെയ്തിട്ടുള്ള സെല്ലേഴ്സാണ് മാർക്കറ്റിനെ മൂവ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ സെല്ലേഴ്സിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് നമുക്ക് ഒരു ട്രേഡിലോട്ട് എൻ്റർ ആവാൻ പറ്റിയാൽ മാർക്കറ്റിലുള്ള നല്ല വലിയ മൂവ്മെൻറ്റ്സ് നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് എന്താ സിറ്റുവേഷൻ നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ചെറിയൊരു നെഗറ്റീവ്നെസ് തന്നിട്ടുണ്ട്. ഡൗ ജോൺസ് എക്സ്റ്റർഡേ നല്ല രീതിക്ക് പോസിറ്റീവിൽ ക്ലോസ് ആയിട്ടുണ്ട്. ഓവർനൈറ്റ് പൊസിഷൻസ് വാച്ച് ചെയ്തവർക്ക് മനസ്സിലാവും നല്ല രീതിക്ക് ഒരു ബുള്ളിഷ്നെസ് ഗ്ലോബലി കിടപ്പുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഇന്ന് ക്രൂഷ്യൽ ഡേ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ഡേറ്റയും നമുക്ക് പിന്തുണയ്ക്കാനായിട്ട് സാധ്യത കുറവാണ്. നമുക്ക് ഈ ഒരു ഡേറ്റ വെച്ചിട്ട് നമുക്ക് ഒരു ഔട്ട്ലുക്ക് വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലെ
അബ്സല്യൂട്ടായിട്ട് നമുക്കിന്ന് വേറെ ഒന്നും നോക്കാൻ ചാൻസ് ഇല്ല, ഒരു മാർക്കറ്റിൻ്റെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചാൻസ് ഇല്ല. അപ്പോൾ റെസ്പോൺസിബിളായിട്ട് ട്രേഡ് ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ഗൈസ്.